ഹായ്, ഇന്ന് വളരെ എളുപ്പത്തിലും വളരെ രുചികരമായിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അരിനെല്ലിക്ക അച്ചാറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അതുപോലെ വളരെ രുചികരമായിട്ടുള്ളൊരു അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിനെല്ലിക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുക്കുക. 2-3 വെള്ളം നന്നായിട്ട് ഇതൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഇത് 2-3 വെള്ളം ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നെല്ലിക്കയിലോട്ട് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയായിട്ടായാലും എടുക്കാം. അപ്പോൾ ദാ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർത്തി എടുക്കണം. ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലൊരു 10-15 കഷ്ണം വെളുത്തുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് കളർ മാറണ്ട, ഒരുപാട് ബ്രൗൺ നിറം ആവണ്ട. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിതിന് ഗ്രേവിക്കനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാറ്റി വെച്ചേക്കുന്ന നെല്ലിക്ക ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ അരിനെല്ലിക്ക അച്ചാർ തയ്യാറാകും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.